കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അലങ്കോലം പിടിച്ച കുടുംബങ്ങൾ, കോലാഹലപ്പെട്ട കുടുംബങ്ങൾ, തമ്മിൽ സ്പർദ്ധയുള്ളവരെ, കണ്ടാൽ എതിർക്കുന്നവരെ, പരസ്പരം തകർച്ച ആഗ്രഹിക്കുന്നവരെ, സ്വന്തം രക്തത്തിലുള്ളൊരു പോലും കേസിൽ കുടുക്കി പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ, പൈശാചിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളെ യേശു ക്രിസ്തു നാമത്തിലെ യേശു വിശ്വസിക്കുന്നതിൻ്റെ ശക്തിയാൽ അതിൻ്റെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ തിന്മകളും അഴിഞ്ഞു മാറട്ടെ എന്ന് ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം കാണിച്ചു തരണമേ. കർത്താവേ, പ്രാർത്ഥന അതുപോലെ തന്നെ പ്രയാസങ്ങൾ എല്ലാം കടകോല് പോലെ കർത്താവേ ജീവിതത്തിൽ കടഞ്ഞുകൊണ്ട് കൃപയാകുന്ന വെണ്ണ തെളിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള ബോധത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ കർത്താവിനുതമായ നാമത്തിൽ ജോലി ചെയ്യുന്നവരെ ആശീർവദിക്കുന്നു, ജോലി തേടുന്നവരെ ആശീർവദിക്കുന്നു, ജോലി നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ പേര് സങ്കടപ്പെടുന്നവരെ ആശീർവദിക്കുന്നു, വിദേശങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോരാൻ വേണ്ടി ഗതികേട്ട് വരുന്നവരെ അത് അവിടെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാട്ടിലെ കടങ്ങളാലും ജോലിയില്ലാതെയും വിഷമിച്ചും ജോലിയില്ലാതെയും വിഷമിച്ചുമൊക്കെ അലയുകയും പ്രയാസപ്പെടുകയും മാസങ്ങളും ആയിട്ട് ആശുപത്രിയിൽ തന്നെ കഴിയുന്നവരുണ്ട്. ഈശോയെ, രഹസ്യം പുറത്തു വരാൻ പറ്റുന്നില്ലെങ്കിലും തങ്ങൾ നോക്കുന്ന രോഗി എങ്ങനെ മരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന മാനുഷികമായ ബലഹീനരായ മക്കളുകൊണ്ടുണ്ട് കർത്താവെ. അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെയുള്ള രോഗികൾ അവർ തന്നെ സ്വയം പ്രാകുന്നു കർത്താവെ, അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് സ്വയം പഴിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം ശക്തിപ്പെടുത്താൻ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന മറിയം, കന്യാസി മറിയം അമ്മയുടെ ശക്തിയാൽ നിങ്ങളെ ശക്തീകൃതനാകാൻ വേണ്ടി ഈശോ നാമത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടവരെ, വീട് നഷ്ടപ്പെട്ടവരെ, സമാധാനം നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക തകർച്ച വന്നുപോയവരെ, എല്ലാ തരത്തിലും കുടുങ്ങിയിരിക്കുന്നവരെ എല്ലാം യേശുനാമത്തിൽ അഴിച്ചുവിടപ്പെടുകയും നിങ്ങൾ സന്ധിക്കപ്പെടുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ സർവ്വീശ്വരൻ നീക്കുവാമേ.